പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്ന് ചിരങ്ങൻ്റെ ഇതാണ് കേട്ടോ. 2 ചിരങ്ങ നമ്മളിവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പച്ചക്കറി തോട്ടത്തിൽ ഏകദേശം എല്ലാ പച്ചക്കറികളും കായ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. കുമ്പളങ്ങ ആയാലും ചിരങ്ങ ആയാലും ഇതൊക്കെ ചിരങ്ങയാണ് കേട്ടോ. ഇവിടെ ഇതിൻ്റെ ചിരങ്ങ ഇവിടെയൊക്കെ ചെറിയ കായകളുണ്ട്, പൂവലുണ്ട്. ചെറിയ ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ചിരങ്ങയാണ്. അതുപോലെ തന്നെ കുമ്പളങ്ങയുണ്ട് ഇവിടെ കേട്ടോ. അതുപോലെ തന്നെ പയർ കണ്ടില്ല, വള്ളിപ്പയറാണ്. ഒരു 1/2 മീറ്ററിലേറെ നീളമുള്ള പയറാണിത് കേട്ടോ. 1/2 മീറ്റർ അല്ല, 1/2 മീറ്ററിലേറുണ്ട്. ഇതിവിടെയൊക്കെ പയർ കണ്ടില്ലേ, ഇതൊക്കെ ഇവിടെ നിറയെ പയറുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള പയർ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ കൃഷിയും ചെടിയെ പറ്റിയൊക്കെ ഉള്ള ഒരുപാട് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കണമെന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പയർ കണ്ടില്ലേ, നമ്മൾ ഈ പയറിൻ്റെ ഫുള്ള് വീഡിയോ ആണ് കാണിക്കുന്നത്. ഞാൻ ആദ്യം ചെറിയ കുറച്ച് കൊമ്പുകൾ ഇതിവിടെ കണ്ടില്ലേ, കുറച്ച് കമ്പ് കുത്തിയിട്ട് മാത്രമാണ് ഞാനിത് ഇവിടെ നട്ടിരുന്നത്. പക്ഷെ അവിടുന്ന് പിന്നെ ഇതിങ്ങനെ വളർന്ന് പന്തലിച്ച് ഇങ്ങനെ എല്ലായിടത്തേക്കും ഇങ്ങനെ ഇതായപ്പോൾ ഞാൻ കുറച്ച് കയറുകളൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ അതൊക്കെ ഫില്ലായിട്ടോ. ഇവിടെയൊക്കെ പയറുകൾ നല്ല ഇതുണ്ടല്ലേ, ഒക്കെ പയർ വലിയ പയറാണിത് കേട്ടോ. നമുക്ക് വലിയ പയർ ഇതുണ്ടല്ലേ, ഇതിൻ്റെ വലിപ്പം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വലിയ പയറാണ്. ഇതിങ്ങനെ ഇവിടെയൊക്കെ ഈ ഭാഗത്ത് കണ്ടില്ലേ, ഇതൊക്കെ നിറയെ പൂക്കളാണ് കേട്ടോ. അത് പയർ ഇതൊക്കെ ഇപ്പോൾ ഒരു 4 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പയറാവും കേട്ടോ. ഇനി ഈ പൂമ്പാറ്റകളാണ് ഇപ്പോൾ അത് ആകെ നശിപ്പിക്കുന്നത്. മുട്ടിട്ട് പുഴുക്കളായി അതിങ്ങനെ വിരിഞ്ഞുണ്ടാകുമ്പോൾ ഈ പയറിൻ്റെ ചെടികളൊക്കെ നാശമാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനിനി വേറെ കൃഷികൾ ഒരുപാട് കൃഷിയുണ്ട് നമ്മളെടുത്തിട്ട്. ഇവിടെ ചോളം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതൊരു പച്ച കളറ് പയറാണ് കേട്ടോ. ഇത് നമ്മളിഞ്ഞൊരു വള്ളി കെട്ടിയിട്ട് അപ്പുറത്ത് നാട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേമ പടർന്നുണ്ടായിക്കോളും. ഇത് ചോളത്തിൻ്റെ തയ്യാണ് കേട്ടോ. അത് ചോളം ഇവിടെ പൂവിട്ടിട്ടുണ്ട്. ഈ പൂവ് ഇങ്ങനെ വന്നാലാണ് പിന്നെ കായ ഉണ്ടാവുക കേട്ടോ. ഈ ഇത് കണ്ടില്ലേ, ഇവിടെ കുറച്ച് തടിച്ചൊരു ഭാഗം കണ്ടില്ലേ, ഇതിലാണ് ഇനി കായ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറുത് അല്ലാതെ ഉഷാറായി നന്നായിട്ടൊന്നുമില്ല കേട്ടോ. ഒരു ചെറിയ കായ ഉണ്ടായാലും ചെറിയ കായകളെ ഉണ്ടാവുള്ളൂ. നമ്മൾ വലിയ കായകളൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ, ഇത് ഇവിടെ മുളക് തൈയാണ് ഇത് കേട്ടോ. ഇവിടെയൊക്കെ മുളക് തൈ ഇങ്ങനെ, ഇത് വറ്റൽമുളക് കേട്ടോ. പച്ചമുളക് പറയും, വറ്റൽമുളകും ഒക്കെ പറഞ്ഞ അതാണിത്. അതുപോലെ തന്നെ ഇവിടെ പയറിൻ്റെ വീണ്ടും നമ്മളിവിടെ പയർ പാവിയിട്ടുണ്ട്. അതിങ്ങനെ പടർന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ പടർന്ന് വരുന്നതിനനുസരിച്ച് നമ്മൾ അങ്ങോട്ട് ഒരു കയറ് കെട്ടി കൊടുക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ ആ പയർ തീരുന്നതോടുകൂടി നമുക്ക് വീണ്ടും ഇവിടെ പയറുകളുണ്ടാവും കേട്ടോ. നമുക്ക് അത് ആ വീടിൻ്റെ ആകണ്ട് ടെറസിൽ എത്താനായിട്ടോ പയർ പടർന്നിട്ട്. അതുപോലെ തന്നെ ഇവിടെ കർമ്മത്തിണ്ട്, പപ്പായ എന്ന് പറയും, നമ്മളിവിടെ കർമ്മത്തി എന്നാണ് പറയുക. അതും ഇവിടെ പഴുക്കാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ മുകളിൽ ഇതൊക്കെ നമ്മൾ കറിക്ക് എടുത്തിട്ട് ബാക്കിയുള്ള ആ മുകളിലുള്ളത് മൂപ്പ് കുറഞ്ഞതൊക്കെ നമ്മൾ കറിക്ക് എടുത്ത്, മൂത്തത് അവിടെ നമ്മൾ പഴുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. ഇവിടെയൊക്കെ പയർ തന്നെയാണ്. അതുപോലെ തന്നെ വഴുതനങ്ങ ഉണ്ട് കേട്ടോ. ഇവിടെ വഴുതനങ്ങ ഈ ഒരു നീല കളർ വഴുതനങ്ങയാണ് കേട്ടോ. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഈ വഴുതനങ്ങ കേടും ഉണ്ട് കേട്ടോ. നമ്മൾ കീടനാശിനി നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് കീടനാശിനി അങ്ങനെ ഉപയോഗിക്കലില്ല. അതതിൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ വളരെ ഉണ്ടാവുക. പിന്നെ എന്തെങ്കിലും നമ്മൾ കുറച്ച് ബാർ സോപ്പ് അങ്ങനെ ഈ കുറച്ച് വിനാഗിരി അതുപോലെ തന്നെ വെണ്ണീർ ഇതൊക്കെ പാടായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ തന്നെ പ്രാദേശികമായിട്ട് ഉണ്ടാക്കുന്ന ഒരു വളമാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഇതുണ്ടല്ലോ, ഈ ഒരു മരത്തുമ്മ നിറയെ പൂക്കളാണ് കേട്ടോ. ഇത് തണലത്ത് ഇത് ഉണ്ടാവില്ല. ഇത് നല്ല വെയിലത്ത് ഇത് പൂവിടില്ല കേട്ടോ. പൂവിട്ടാലും അവിടെ ഓരോരോ പൂവാണ്ട് ഉണ്ടാകുക. ഇങ്ങനെ നിറയെ പൂക്കളാണിത്. ഇങ്ങനെ ഒരു
പിന്നെ കൊലകൊലമായിട്ട് 1 മീറ്ററിലേറെ ഇതിനകത്ത് ഒരുപാട് വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ ഞാൻ പിന്നെ വയനാട് പൂപ്പൊലി പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ, പൂക്കള ഒരു പ്രദർശനം, അവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ. വാങ്ങിയിട്ട് കുറേ ആയി. അപ്പോൾ പിന്നെ ഇങ്ങനെ ഈ പിന്നെ നമ്മൾ വെയിലുള്ളിടത്ത് വെച്ചാൽ പൂവുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ തണൽ ഭാഗത്ത് ഇത് നിലത്താണ് നട്ടത്. അപ്പോൾ അത് നല്ല പൂക്കളുണ്ടാവുന്നുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ നല്ല പൂക്കളാണ് കേട്ടോ. ഇതിന് പൂക്കൾക്ക് മണമൊന്നുമില്ല കേട്ടോ. മണമൊന്നുമില്ലാത്തൊരു പിന്നെ പൂവാണ്, തീരെ മണമില്ല. നല്ല ഇതൊരു വൈകുന്നേരം രാത്രിയൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ വിയറ്റ്നാം ഏർലി പിന്നെ പ്ലാവാണിത് കേട്ടോ. ഇത് നമ്മളിപ്പോൾ അടുത്ത് കുഴിച്ചിട്ടുള്ളൂ. പിന്നെ അത് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്, ചെറിയ ചക്കകൾ ഇങ്ങനെ ഉണ്ടാവുന്നത് നമ്മൾ നുള്ളി കളയണമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ കോവക്ക ചെയ്തിട്ടുണ്ട്. കോവക്ക ഒരു വള്ളി ഇവിടെ വെച്ചിട്ടുണ്ട്, ഒരു വള്ളി അവിടെയും വെച്ചിട്ടുണ്ട്. പിന്നെ പടവലം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇത് പടവലം ശരിയാവണം കേട്ടോ. അതുപോലെ പീച്ചക്ക ഉണ്ടാവുന്നുണ്ട്. പീച്ചക്കിന് ഒരു പടവലം, ആ പടവലത്തിൻ്റെ ഇത് പിന്നെയും കുഴപ്പമില്ലാതെ ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട്. പിന്നെ അത് പുളിപ്പേരക്ക എന്ന് പറഞ്ഞൊരു മരമാണ് കേട്ടോ. അത് നമ്മൾ ബഡ് തൈ അല്ല, അതപ്പോൾ ഒരു വലിയ മരമാവാൻ സാധ്യത ഉണ്ട് അത്. അതുപോലെ തന്നെ അവിടെ പിന്നെ ഇത് ചായ മനസ്സാണ് കേട്ടോ. ഒരു ചീരൻ്റെ ഒരു നമുക്ക് പയറിൻ്റെ ഒക്കെ ഇലൻ്റെ മാതിരി ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു ഇതാണ് ചായ മനസ്സ്. അതുപോലെ തന്നെ അവിടെ കറിവേപ്പിലേൻ്റെ തൈയുണ്ട്. ഇത് മിറാക്കിൾ ഫ്രൂട്ടാണ് കേട്ടോ. ഇതിമേ പിന്നെ ഇങ്ങനെ പൂവുണ്ടാവുന്നുണ്ട് കേട്ടോ. വേണ്ടിയില്ലേ, ചെറിയ പൂക്കൾ, മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ പൂക്കളാണിത്. അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഇതിമേ പഴുത്ത കായുണ്ട് കേട്ടോ. പക്ഷെ അത് ഇപ്പോഴാണ് നമ്മളിത് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ കായ അത് പിന്നെ ശ്രദ്ധിക്കണം കേട്ടോ. വേണ്ടിയില്ലേ, ഇവിടെ 2 കായുണ്ട് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ. അപ്പോൾ ഇതിമേ പൂവിട്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. പച്ചക്കായ ഉണ്ട് കേട്ടോ. ഇതിമേ പൂക്കൾ നല്ല ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ മിറാക്കിൾ ഫ്രൂട്ട് ഒരു വലിയൊരു സന്തോഷമാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിപ്പോൾ പൂവിങ്ങനെ കണ്ട് ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ പിന്നെ ഈ ഇത് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചീര ഉണ്ട്. ഈ ചീര പറഞ്ഞാൽ പിന്നെ പൊന്നാങ്കണ്ണി ചീരയാണ് കേട്ടോ. അത് ഇവിടെയൊക്കെ നിറയെ പടർന്നുണ്ടായി. നമ്മളിതുവരെ അത് കറി വെച്ച് നോക്കിയിട്ടില്ല. കൊടുന്ന് അപ്പോൾ അതാകെ അവിടെയൊക്കെ പടർന്ന് പന്തലിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ തെങ്ങിൻ തൈ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ തോട്ടിൻ്റെ ഇവിടെ പിന്നെ ചിരങ്ങ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ചിരങ്ങ അവിടെ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ഈ തോട്ടിലാണ് ഇത്, ഈ വെള്ളമുള്ള അവിടെ ഇങ്ങനെ കുഴിച്ചിട്ട് വരുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇതിനിങ്ങനെ വെള്ളം ഒലിച്ച് പോകുന്നുണ്ട്. നമ്മളെ വീടിൻ്റെ ഒരു ഭാഗം തോടാണ് കേട്ടോ. അല്ലാതെ വെള്ളമൊന്നും ഉണ്ടാവില്ല, കുറച്ച് വെള്ളമുണ്ട്. പക്ഷെ ഇവിടെ കയ്പ്പങ്ങ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ അമരപ്പയർ അവിടെ കുഴിച്ചിട്ടുണ്ട്, കയറി വരുന്നുണ്ട് കേട്ടോ. അവിടെ അതുപോലെ തന്നെ ഒരിതുണ്ട്, എന്താണ് പിന്നെ കറുമത്തി പപ്പായ മരമുണ്ട്. അതുപോലെ ഇവിടെ എന്നാ കയ്പ്പങ്ങ കായ്ച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, അവിടെ കണ്ടോ, അങ്ങനെ കാണുന്നില്ലല്ലോ. അവിടെ കായ്ച്ച് കിടക്കുന്നുണ്ട് കേട്ടോ കയ്പ്പങ്ങ. ഞാൻ ഒന്ന് ശരിക്ക് കാണിച്ചു തരാം. ഇതുണ്ട്, കാണുന്നില്ല, അതാ ഇത് കയ്പ്പങ്ങയാണ്. ഇവിടെ ഇതിൻ്റെ മുകളിലൊക്കെ പിന്നെ ചിരങ്ങ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ചിരങ്ങ, അതുപോലെ തന്നെ ഇത് കറുവപ്പട്ട മരമാണ് കേട്ടോ. കറുവപ്പട്ട മരമ്മ പൂവുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പൂവുണ്ടായത് കായ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ തൈകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നിറയെ തൈകൾ വേണമെങ്കിൽ നമുക്ക് എത്ര ഇഷ്ടം പോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇവിടെ കുരുമുളകുണ്ട്. ഈ കുരുമുളകിന് എന്തോ ഒരു കേട് പറ്റിയിട്ടുണ്ട്. പൈപ്പ് തട്ടിയിട്ട് പിന്നെ പൊട്ടിയതാണ് കേട്ടോ. ഇവിടെ എല്ലാ കേടൊന്നും വന്നല്ല. അതുപോലെ തന്നെ നമ്മളിവിടെ പിന്നെ ഇതുണ്ട്, പിന്നെ പ്ലാവിൻ്റെ ഈ വിയറ്റ്നാം ഏർലിയാണിത്. ഇവിടെ പിന്നെ വഴുതനങ്ങ, ഇഞ്ചി ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ഇഞ്ചി ഉണ്ടാക്കിയിട്ടുള്ളൂ, നമ്മളെ ആവശ്യത്തിനുള്ള ഇഞ്ചി മാത്രമേ ഉള്ളൂ. പിന്നെ അത് കണ്ടില്ലേ, ഇത് പിന്നെ ഒരു കുമ്പളങ്ങൻ്റെ തൈയാണിത് കേട്ടോ. കുമ്പളങ്ങ തൈ നമ്മൾ കയ്പ്പൊക്കെ ഇവിടെ ഉണ്ടായത്, അതിനൊരു കേട് വന്നിട്ട് കണ്ടില്ലേ, ആകെ ഒരു തുരുമ്പിക്കലിൻ്റെ കേടാണ് കേട്ടോ. ഇതൊരു വൈറസ് ബാധയാണ്. ഇത് നമ്മൾ
വല്ല സുഡോമോണസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇട്ടാലേ ഇത് പോവുള്ളൂ. പക്ഷേ ഇതിൻ്റെ കാലാവധി തീർന്നുകൊണ്ട് ഇപ്പം ഞാൻ ഒന്നും ചെയ്യണില്ല. ഒരു ചെറിയൊരു പിന്നെ അതുണ്ടായിട്ടുണ്ട്, പിന്നെ ഒരു കയ്പൊക്ക ഉണ്ടായിട്ടുണ്ട് അതിന്. പിന്നെ ഇത് പിന്നെ ഈ ചോറ്റോലയാണ് കേട്ടോ. ചോറ്റോല അതിൻ്റെ ഇലക്കൊക്കെ ഒരു ചുരുളിച്ച വന്നിട്ടുണ്ട്. ചോറ്റോല കാരണം നമ്മൾ നെയ്ച്ചോറിലൊക്കെ ഇടുന്നത്, ഇതിൻ്റെ ഇല ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു വാസനയാണ് കേട്ടോ. നല്ല നമുക്ക് ഒരു നെയ്ച്ചോറിൻ്റെ ഒരു വാസനക്ക്, നെയ്യിൻ്റെ വാസനയൊക്കെ പിന്നെ നെയ്യ് പറ്റാത്തവർക്കൊക്കെ നെയ്യ് ഇട്ടിട്ട് നല്ല അസുഖമൊക്കെ കൊളസ്ട്രോളിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഇത് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നെയ്യിൻ്റെ ആ ഒരു അതേ ടേസ്റ്റും കിട്ടും, ആ ഒരു വാസനയും കിട്ടും. പിന്നെ ഇവിടെ കയ്പക്ക ഉണ്ട് കേട്ടോ. അത് കയ്പക്ക ഇതിമേലുണ്ട്. ഇതൊക്കെ ഈ തുരുമ്പിക്കൽ പറഞ്ഞ് കേട് വന്നതാണ് കേട്ടോ. പക്ഷേ നമ്മളിതിന് പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ ആ കാലാവധി തീർന്നുകൊണ്ട് നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യണില്ല. അതുപോലെ തന്നെ ഇവിടെ കരിമ്പുണ്ട്. ഇവിടെ കുക്കുംബറും ഉണ്ട് കേട്ടോ. കുക്കുംബർ ഈ ഭാഗത്ത് നമ്മൾ കുറച്ചത് നന്നായിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഈ ഗ്രാമ്പൂവിൻ്റെ തൈ ഉണ്ട് കേട്ടോ. ഇത് ഗ്രാമ്പുവാണ്. അതുപോലെ ഇവിടെ പിന്നെ ഈ അമരപ്പയറാണ് കേട്ടോ, അമരക്ക. ഇന്നൊക്കെ പൂവ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പൂവ് ഇങ്ങനെ പിന്നെ ആയിട്ട് പൂവ് വിരിയാനായിട്ടില്ല, നിറയെ പൂക്കൾ വരുന്നുണ്ട് ഇതിന്. അപ്പോൾ ഞാൻ ഇങ്ങനെ എത്ര കാണിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. ഇവിടെ ഉണ്ട് ഇതിൻ്റെ ഈ അമരപ്പയറിൻ്റെ പൂവാണ് ഇതുണ്ടാകുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് അമരപ്പയറിൻ്റെ പൂവാണ്. ഇതിന് നിറയെ ഇവിടെയൊക്കെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. നമുക്ക് നല്ല ഒരു കായ ഉണ്ടാവും എന്നിങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ കയ്പക്ക അവിടെയൊക്കെ ഉണ്ട്. ഈ ഭാഗത്തൊക്കെ അമരപ്പയർ ഇവിടെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ അതുപോലെ തന്നെ ചിരങ്ങ ഇവിടെയാണ്, ആ ചിരങ്ങൻ്റെ പിന്നെ അടിഭാഗം ഇവിടെയാണ് കേട്ടോ. പിന്നെ തക്കാളി ഉണ്ടാവുന്നുണ്ട്. തക്കാളി ഉണ്ടല്ലേ, ഇതൊക്കെ തക്കാളി, ഇവിടെയൊക്കെ തക്കാളി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും തക്കാളി കായ്ച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ തക്കാളിയാണ്. ഇത് ശീമച്ചിരങ്ങയാണ് കേട്ടോ. ഇത് കായ ഉണ്ടാവണം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ. അത് വലിയ കായ കാണിച്ചു തരാൻ മാത്രം വലുപ്പമായിട്ടില്ല. പിന്നെ കരിമ്പ് കണ്ടില്ല, കരിമ്പ് ഇവിടെ ഇങ്ങനെ വലിയ കരിമ്പായിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം കട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ നിന്ന് വേറെ ഒന്ന് വരണമുണ്ട്. പിന്നെ അത് ഏലമാണ് കേട്ടോ. ഏലത്തിൻ്റെ ഇതുണ്ട്. അവിടെ ഒരു കർമ്മത്തിൻ്റെ മരമുണ്ട്. ഏലം നമ്മൾ വെച്ചിട്ട് ഏലത്തിന് പിന്നെ ഇത് കണ്ടില്ല, പൂവുണ്ട്. കായ പിടിക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. കായ പിടിച്ചിട്ടില്ല, പൂവ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ പൂക്കൾ തണ്ട് പൂവ് വരുന്ന ഇത് പിന്നെ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഇവിടെ ഇതൊക്കെ പൂക്കൾ വരുന്ന ഇതാണ്, പിന്നെ തണ്ടുകളാണത്. പിന്നെ എന്താ പറയുകയെന്നറിയില്ല, ഞാൻ മറന്നുപോയി. ആദ്യം ഓർമ്മ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്മേൽ കായ പിടിക്കണില്ല കേട്ടോ. പൂ ഇങ്ങനെ എന്നും വിരിയണുണ്ട്, അതങ്ങോട്ട് കൊഴിഞ്ഞാടി പോകുന്നുണ്ട്. ഇത് പിന്നെ നല്ല ഷാറുണ്ട് കേട്ടോ. നമ്മളെ വയനാടിലൊക്കെ കാണുന്ന അതേമാതിരിയുള്ള കരുത്തോടു കൂടി ഇത് വളരുന്നുണ്ട്. അത് കയ്പക്ക ഭാഗത്ത് ഇവിടെ ഒക്കെ ഉണ്ട് കയ്പക്ക കേട്ടോ. നമുക്കിങ്ങനെ പിന്നെ ഇത് കായ് തീർന്നെങ്കിലും നമുക്കുള്ള ആവശ്യത്തിനുള്ള കയ്പക്ക ഇതിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അതേമാതിരി ഏലം നല്ല ഉഷാറാണ്. ഇത് ഏലം ഉഷാറായി വളരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഫാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി ഇത് ഇങ്ങനെ വലുതായി ഇത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ കാല് തട്ടിയിട്ട് പൊട്ടിപ്പോയതാണത്. കാല് തട്ടി പൊട്ടി. പിന്നെ ഏകദേശം പടർന്ന് പിന്നെ പന്തലിൻ്റെ മുകളിലെത്താനായിരുന്നു. അപ്പോഴാണ് നമ്മൾ അതിലേക്ക് വീഴുക ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ തൈകളാണ് കേട്ടോ. ഇവിടെ കുറച്ച് വെക്കാനുണ്ട്. അതുപോലെ തന്നെ പയർ ഇവിടെ ഉണ്ട്. ഇത് കഞ്ഞിക്കുറുക്ക പറഞ്ഞൊരു പിന്നെ ഔഷധ ചെടിയാണ് കേട്ടോ. നമ്മൾ കുട്ടികൾക്കൊക്കെ പിന്നെ ഈ പനി അങ്ങനെ ജലദോഷം കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ പിന്നെ ഇത് തുളസിയാണ്. ഈ തുളസിൻ്റെയും ഇതിൻ്റെയും രണ്ടും നീരും തേനൊക്കെ കൂട്ടിയിട്ട് കൊടുക്കണ പിന്നെ ഒരു പതിവുണ്ട്. നല്ലൊരു ഫലപ്രദമായ പിന്നെ ഒരു ഔഷധ കൂട്ടാണത് കേട്ടോ. അതുപോലെ വഴുതന കണ്ടില്ലേ, വഴുതനങ്ങ അവിടെയൊക്കെ കായ്ച്ചിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ നമുക്ക് ഇഷ്ടമാതിരി വഴുതനങ്ങ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മളെ ആവശ്യത്തിൽ കൂടുതൽ പിന്നെ വഴുതനങ്ങ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത് കുക്കുംബറാണ് കേട്ടോ. കുക്കുംബർ ഇത് കണ്ടില്ലേ, ഇവിടെ ഒന്നുണ്ടായിട്ടുണ്ട്. ഇവിടെ ഇതിന് നിറയെ കുക്കുംബർ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതലായിട്ട് ഇതിന്മേൽ കുക്കുംബർ വിളയുന്നുണ്ട്. ആ ഭാഗത്തുമടക്ക നിറയെ കുക്കുംബറാണ്. നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല ഇതിന്മേൽ ഇങ്ങനെ കുക്കുംബർ ഉണ്ടാവുമെന്ന്. പിന്നെ നമ്മളെ എല്ലാ കുക്കുംബറും അപ്പുറത്തുള്ള ഇതിലൊക്കെ കുക്കുംബർ
പിന്നെ വിളഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, ഇവിടെയൊക്കെ പിന്നെ ഇതിൻ്റെ ചെറിയ ചെറിയ കായകളുണ്ട്. പിന്നെ ഇവിടെ വിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഒരു വലുതാകണമുണ്ട്. പിന്നെ നമ്മളെ ജർജീർ ഞാൻ ഇന്നാളും കാണിച്ചതാണ്. ഇപ്പോഴും ഇങ്ങനെ കാണിക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു ബോറടിക്കുന്നത്. പിന്നെ തക്കാളി കണ്ടില്ലേ, തക്കാളി ഇത് പറിച്ച് ഏകദേശം തക്കാളി ഇതിൻ്റെ കായ തീർന്നതാണ് കേട്ടോ. പിന്നെ വെണ്ടയ്ക്കും ഇതൊക്കെ കായ തീർന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുത്താണിത്. പിന്നെ ഇവിടെ ചീരയാണ് കേട്ടോ. ചീര പിന്നെ നല്ല പിന്നെ ഉഷാറായിട്ട് നമ്മളെ ആവശ്യത്തിൽ കൂടുതൽ ചീര നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതൊരു വാട്ടർ പോപ്പി എന്താ പേര് ഞാൻ മറന്നുപോയി. അതിന് ഒരു പൂവുണ്ട് കേട്ടോ, ഒരു പൂവുണ്ട്. അപ്പം ഇന്ന് ഞാൻ ഈ പിന്നെ പച്ചക്കറീൻ്റെ വീഡിയോ മാത്രമേ കാണിക്കണം കേട്ടോ. അപ്പോൾ പൂക്കളെ വീഡിയോ ഒന്നും ഞാനൊന്ന് കാണിക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടിയിലുള്ള ബെല്ലൈക്കണമെന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ കുക്കുംബറാണ് കേട്ടോ അതുള്ളത്. കുക്കുംബർ പിന്നെ ഇതൊക്കെ നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കി കൊടുക്കണ വളമാണ്. എല്ലാവരും ഇങ്ങനെ ചോദിച്ചിരുന്നു പിന്നെ എന്ത് വളമാണ് കൊടുക്കണത്. അപ്പോൾ നമ്മൾ ₹1 ചിലവില്ലാതെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണ വളമാണ് ഞാൻ കൊടുക്കണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കന്ന് പിന്നെ കയറി കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എന്ത് വളമാണ് കൊടുക്കണമെന്ന്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ഒരാഴ്ചൻ്റെ ഉള്ളിൽ വളം ഉണ്ടാക്കിയെടുക്കുക. ₹1 ചിലവില്ലാതെ നമുക്ക് ഈ കൃഷിയൊക്കെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ. പിന്നെ വളത്തിനൊക്കെ നല്ല വിലയാണല്ലോ. അപ്പോൾ നമുക്ക് അതൊക്കെ പിന്നെ ₹1 ചിലവില്ലാതെ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് എക്സ്പെൻസ് കുറയിട്ടോ. നമ്മൾ പിന്നെ ഈ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പിന്നെ ₹1 ചിലവില്ലാതെയാണ് ഞാനിവിടെ പിന്നെ വളം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ എൻ്റെ ചാനലിൽ ഒന്ന് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ള അതിൻ്റെ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതൊന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ച ഒരു പിന്നെ വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ എങ്ങനെയാണ് ആ വളം ഉണ്ടാക്കണമെന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും കുക്കുംബർ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. കുക്കുംബർ പിന്നെ നമുക്ക് നല്ല കുക്കുംബർ വിളവുണ്ടാവുന്നുണ്ട്. പിന്നെ ഞാനിത് ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല ഈ കുക്കുംബർ ഇങ്ങനെ ഉണ്ടാവുമെന്ന്. ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കണത്. ഞാൻ ഇപ്പോൾ എല്ലാ കൃഷിയും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും കുക്കുംബറിൻ്റെ ഒരു കൃഷി ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത് കേട്ടോ. ഇത് മുളകിൻ്റെ തൈയാണ് കേട്ടോ. മുളക് നമ്മൾ പിന്നെ എങ്ങനെയാണ് തൈ, വഴുതനങ്ങൻ്റെ തൈയുണ്ട്. പിന്നെ അതുപോലെ ഇതൊക്കെ ഇപ്പോൾ ഒരു 3 പിന്നെ സൈസ് വഴുതനങ്ങൻ്റെ തൈകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഞാൻ തൈ ചെറിയ കവറിലും ചട്ടിയിലൊക്കെ ആയിട്ടാണ് ഞാൻ ഈ വഴുതനങ്ങ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ പിന്നെ ചിരങ്ങ ഇങ്ങനെ വലിയൊരു ഉഷാറായിട്ടില്ല. എന്നാലും നമ്മൾ വളമൊക്കെ ഒഴിച്ചെടുത്തിട്ട് ഇപ്പോൾ ഉഷാറായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ നീട്ടിക്കൊണ്ട് പോകണില്ല കേട്ടോ. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ പിന്നെ അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ വളത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പിന്നെ വളം വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഒരു ചിലവില്ലാതെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് പിന്നെ കണ്ട് പിന്നെ അതുപോലെ തന്നെ വളം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് എൻ്റെ പിന്നെ ഏതെങ്കിലും ഒരു വീഡിയോ വരുമ്പോൾ അതിൻ്റെ അടിയിലൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പറയുമ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് ഇത് നല്ല റിസൾട്ടാണ് പിന്നെ ഇത് കിട്ടിയിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഒരു ഇംഗ്ലീഷ് വളം ചെയ്യണില്ല. ഇതൊക്കെ ആ ഒരു വളം കൊണ്ട് മാത്രമാണ് ചെയ്യണത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ കയറി കണ്ടൊന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.